പട്ടൂരിൻ്റെയും പൂരിയുടെയും കൂടെ കഴിക്കുന്ന വെള്ളക്കടല വെച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കണം. അതിലേക്ക് ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് അതും നല്ലതുപോലെ വഴറ്റണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ജീരകം വറുത്ത് പൊടിച്ചത് 1 ടീസ്പൂൺ, മാംഗോ പൗഡർ 1.5 ടീസ്പൂൺ. ഈ പൊടികളെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടൊമാറ്റോ മിക്സിയിലിട്ട് അടിച്ചിട്ട് അത് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഈ മസാലയിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ കൂടി ചേർക്കണം. ബ്ലാക്ക് സോൾട്ട് 1/2 ടീസ്പൂൺ, പിന്നീട് കസൂരി മേത്തി 1.5 ടീസ്പൂൺ ചേർക്കണം. ഇനി വീണ്ടും എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. നമുക്കിത് അടച്ചു വെച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിയുമ്പോൾ അടപ്പ് തുറന്നിട്ട് വീണ്ടും ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പം മസാല ഇതേപോലെ മൂപ്പിച്ചെടുത്താൽ മതി. നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ കടലയും ആ കടലയുടെ കൂടെയുള്ള വെള്ളം മുഴുവനും നമുക്ക് ഇനി ഈ മസാലയിലേക്ക് ചേർക്കണം. ഒരു സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കടല ഉടച്ചു കൊടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് കടലയും മസാലയും എല്ലാം നല്ലതുപോലെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരത്തേക്കൊന്ന് വേവിക്കണം. ഇനി ഇതിലേക്ക് ഒരു 1-2 നുള്ളു കായപ്പൊടിയും കൂടി ചേർക്കണം. ഈ കടലക്കറി റെഡി ആയിട്ട് ഞാനിത് ഓഫ് ചെയ്യുകയാണ്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തൊന്ന് ചൂടാക്കണം. ഇനി അതിലേക്ക് 2 നുള്ളു ജീരകം കൂടി ചേർക്കണം. അയമോദകം ഉണ്ടെങ്കിൽ 1 നുള്ളു അയമോദകം കൂടി ചേർത്താൽ നല്ലതാണ്. പിന്നീട് 2-3 പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് ഈ കടലക്കറിയിലേക്ക് ചേർക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം.